ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയി. കിച്ചണിൽ കയറുമ്പോൾ തുടങ്ങുന്ന ഒരു കൺഫ്യൂഷനാണ് ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക എന്നുള്ളത്. രാവിലെ എന്തായാലും ചായ ഇടേണ്ടത് കാലാകാലങ്ങളായി അനുഷ്ഠിച്ച് വരുന്ന ചടങ്ങായതുകൊണ്ട് അതെന്തായാലും ചെയ്തേക്കാം എന്നോർത്തു. ഓരോ ദിവസവും ഓരോ മെനു ആണ്. ദോശയും അപ്പവും ഒക്കെ മാറി മാറി ഇങ്ങനെ വരും. ഇന്ന് എന്തായാലും ദോശയും അപ്പവും ഒന്നും ചൂടാൻ പറ്റില്ല. രാത്രി മാവരച്ച് വെച്ചിട്ടില്ല. പിന്നെ ഉപ്പുമാവ്, ഇടിയപ്പം, ഗോതമ്പ് ദോശ, അങ്ങനെ പല പല ഓപ്ഷൻസിനെ കുറിച്ച് ആലോചിച്ചു. പിന്നെ അങ്ങ് തീരുമാനിച്ചു ഇന്ന് പുട്ടാക്കിയേക്കാം എന്ന്. പുട്ടിന് കറിയില്ലെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ മേശപ്പുറത്തിരിക്കും. പഴവോ പഞ്ചസാരയോ ഒന്നും ഇവിടെ ഏൽക്കില്ല. കറി ഇവിടെ ഉള്ളവർക്ക് നിർബന്ധമാണ്. തലേ ദിവസം കടല വെള്ളത്തിലിടാത്തത് കൊണ്ട് കടലക്കറി ഇനി ഉണ്ടാക്കാനും പറ്റില്ല. എങ്കിൽ പിന്നെ കിഴങ്ങ് കറി ആക്കിയേക്കാം. കിഴങ്ങ് കറി കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ചായ നമുക്ക് കൊടുത്തിട്ട് പുട്ടിലേക്ക് കിടക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ പുട്ട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മയോട് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നും പുട്ടാണോ, ഇന്നും പുട്ടാണോ, ഇന്നലെയും പുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇന്ന് ആ സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓരോ ജോലിയുടെയും വാല്യൂ നമുക്ക് മനസ്സിലാവുമല്ലോ. ഭൂമി ഉരുണ്ടതാണ്, അതിങ്ങനെ കറങ്ങി നമ്മുടെ അടുത്തേക്ക് വരും. മക്കൾ സ്കൂളിൽ ചോറൊന്നും കൊണ്ടുപോകാറില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന പലഹാരം തന്നെയാണ് ലഞ്ചിനും കൊണ്ടുപോകുന്നത്. ഇനി പറയാതെ ചോറെങ്ങാനും ഞാൻ ഒളിച്ചും പാത്തും ലഞ്ച് ബോക്സിൽ വെച്ചു കൊടുത്താൽ അത് കഴിക്കാതെ കൊണ്ടുപോയി തട്ടിക്കളയും എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ചോറ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. രാവിലെ 6 മണി മുതൽ ഒരു 9 മണി വരെ അടുക്കളയിൽ ഒരു ചെറിയ യുദ്ധമാണ്. 9 മണി കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ ഒരു ഉത്സവപ്പറമ്പ് പോലെയാവും. എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു ശൂന്യതയാണ്. പിന്നെ ഞാനും വീടും എൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. പിന്നെ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. അതിന് ഞാൻ നിങ്ങളോടെല്ലാം താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ അത്യാവശ്യം വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ്സും ലൈക്കും കമൻറ്റും ഒന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ, നമുക്കത് സോൾവ് ചെയ്യാം. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ലല്ലോ. ചെയ്താണ് പഠിക്കുന്നത്. പാചകം അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ പഠിച്ചത്. ഒരു ചായ ഇടാൻ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ചെന്നതിന് ശേഷമാണ് കുക്കിംഗ് ഒക്കെ പഠിച്ചത്. ഇപ്പോൾ അത്യാവശ്യം കുക്കിങ്സും കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ എല്ലാം